8848 മീറ്റർ ഉയരമുള്ള എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയവർ 6000-ലേറെയാണ്. എന്നാൽ 6638 മീറ്റർ മാത്രം ഉയരമുള്ള കൈലാസ പർവ്വതം ഇതുവരെ ആർക്കും കീഴടക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ത്യയുടെയും നേപ്പാളിന്റെയും അതിർത്തിയോട് ചേർന്ന ടിബറ്റിലാണ് കൈലാസം സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദുമത വിശ്വാസപ്രകാരം ശിവഭഗവാന്റെ വാസസ്ഥലമാണ് കൈലാസം. വേദങ്ങളിലും ആദികാവ്യമായ രാമായണത്തിലും പരാമർശിച്ചിട്ടുള്ള ഈ പർവ്വതം സ്വർഗത്തിലേക്കുള്ള കോണിപ്പടിയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഹിന്ദുമതത്തിനൊപ്പം ബുദ്ധമതവും ജൈനമതവും വിശുദ്ധ സ്ഥലമായി കണക്കാക്കുന്ന ഈ പർവ്വതത്തിന് മുകളിലെത്തുക എന്നത് മനുഷ്യന് അപ്രാപ്യമായ കാര്യമായി ഇപ്പോഴും കണക്കാക്കപ്പെടുന്നു. ഇതിനായി ശ്രമിച്ച പർവ്വതാരോഹകർക്ക് പാതി വഴിയിൽ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. 1926-ൽ ബ്രിട്ടീഷുകാരനായ ഹ്യൂജ് റെഡ്ഹേജും ഓസ്ട്രേലിയൻ പർവ്വതാരോഹകൻ ഹെർബർട്ട് ട്രിച്ചിയും ഇതിന് ശ്രമിച്ചു. ഒരു പക്ഷിക്ക് പോലും കൈലാസം കയറാനാവില്ല എന്ന് പറഞ്ഞാണ് ഹെർബർട്ട് ട്രിച്ചി പാതി വഴിയിൽ ആ ലക്ഷ്യം ഉപേക്ഷിച്ചത്. കൈലാസത്തിലേക്കുള്ള പർവ്വതാരോഹണം ചൈന ഇപ്പോഴും നിരോധിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ മഹാപർവ്വതത്തിന് മുകളിൽ ഒരാൾ എത്തിയിട്ടുണ്ട്, ഒരാൾ മാത്രം. 11ാം നൂറ്റാണ്ടിൽ ടിബറ്റിൽ ജീവിച്ച താന്ത്രിക ബുദ്ധമത ആചാര്യൻ മിലേറിപ്പയാണ് ആ ഒരാൾ. കൈലാസം സ്ഥിതി ചെയ്യുന്ന ടിബറ്റിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത് മിലേറിപ്പ ഈ പർവ്വതം കീഴടക്കിയെന്ന് നൂറ്റാണ്ടുകളായി പറയപ്പെടുന്നു. 11ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് തെക്കൻ ടിബറ്റിലെ ലൊഡാർക്ക് എന്ന കാടിനുള്ളിൽ ഒരു സന്യാസി ഉണ്ടായിരുന്നു. ടിബറ്റിൽ ബുദ്ധിസത്തിലെ പ്രധാനപ്പെട്ട ആചാര്യന്മാരിൽ ഒരാളായി മാറിയ ആ സന്യാസി മാർപ്പയായിരുന്നു. സാധാരണക്കാരനായി ജീവിച്ച അദ്ദേഹത്തിനെ കാണാൻ ഒരു യുവാവ് എത്തുകയും തന്നെ ശിഷ്യനായി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ മാർപ്പ ആ യുവാവിനെ ദുർമന്ത്രവാദിയെന്ന് ആരോപിക്കുകയും തിരിച്ചയക്കുകയും ചെയ്തു. എന്നാൽ യുവാവ് പിന്നെയും മാർപ്പയുടെ കാരുണ്യത്തിനായി അവിടെ തന്നെ പല ജോലികളുമായി അവിടെ കൂടി. വർഷങ്ങൾക്ക് ശേഷവും മാർപ്പ ഈ യുവാവിനെ മാത്രം പരിഗണിക്കാതെ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു നൽകി. മാത്രമല്ല പലതവണ ആ യുവാവിനെ ഗുരുകുലത്തിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. അപമാനങ്ങൾ സഹിച്ചുകൊണ്ട് ആ യുവാവ് അവിടെ തന്നെ തുടർന്നു. ഒടുവിൽ ഗുരു മാർപ്പ അവനെ വിളിച്ചു. എന്നിട്ട് അതികഠിനമായ ചുമതല അവന് ഗുരു നൽകി. അർദ്ധചന്ദ്രന്റെ ആകൃതിയിലുള്ള ഒരു കെട്ടിടം സ്വയം നിർമ്മിക്കാൻ മാർപ്പ പറഞ്ഞു. കഷ്ടപ്പെട്ട് ആ യുവാവ് അത്തരത്തിലൊരു കെട്ടിടം പണിതതിനു ശേഷം അത് പൊളിച്ചു കളയാൻ ഗുരു ആവശ്യപ്പെട്ടു. അതിനു വേണ്ടി വന്ന കല്ലും മണ്ണും എവിടെ നിന്നാണോ ശേഖരിച്ചത് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കാനും പുതിയവ ഉപയോഗിച്ച് ത്രികോണാകൃതിയിൽ പുതിയ കെട്ടിടം പണിയാനും ആവശ്യപ്പെട്ടു. പൂർത്തിയാക്കിയപ്പോൾ അതും പൊളിച്ചു കളയാൻ പറഞ്ഞു. അങ്ങനെ പല ആകൃതിയിൽ കെട്ടിടങ്ങൾ പണിയുകയും പൊളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒടുവിൽ 9 നിലകളിലുള്ള ഒരു ഗോപുരം പണിയാൻ ഗുരു ആവശ്യപ്പെട്ടു. അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ ആ ഗോപുരം പണി തീർത്തു. ഇത് കണ്ട ഗുരു അത് പൊളിച്ച് വീണ്ടും ഇതുപോലൊരെണ്ണം പണിയാൻ ആവശ്യപ്പെട്ടു. മറ്റൊന്നും ആലോചിക്കാതെ യുവാവ് അതുപോലെ ചെയ്യാൻ തുടങ്ങി. ഇത്തരത്തിലെ യുവാവിന്റെ ആത്മാർത്ഥതയും നിശ്ചയദാർഢ്യവും മാർപ്പയ്ക്ക് ബോധ്യമാവുകയും യുവാവിനെ ശിഷ്യനെ സ്വീകരിക്കുകയും ചെയ്തു. ആ യുവാവായിരുന്നു മിലാരെപ്പെ. പടിഞ്ഞാറൻ ടിബറ്റിലെ ഗുണ്ടൻ പ്രവിശ്യയിലെ ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു മിലരെപ്പയുടെ ജനനം. മിലരെപ്പയുടെ 11ാം വയസ്സിൽ പിതാവ് മരിച്ചു. കുടുംബക്കാർ മിലാരെപ്പയും മാതാവിനെയും ഉപദ്രവിക്കുകയും അവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിക്കുകയും ചെയ്തു. ഇത് മിലാരെപ്പയിൽ ദേഷ്യമുണ്ടാക്കുകയും ദുർമന്ത്രവാദം പഠിക്കാനും തീരുമാനിച്ചു. അങ്ങനെ വീട് വിട്ടിറങ്ങിയ മിലാരെപ്പെ ദുർമന്ത്രം പഠിക്കുകയും വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ തിരിച്ചെത്തി മാതാവിനെയും അനിയത്തെയും ഉപദ്രവിക്കുന്നവർക്കെതിരെ തൻ്റെ മാന്ത്രിക ശക്തി പരീക്ഷിച്ചു. ഗ്രാമത്തിന് മുകളിലേക്ക് വലിയൊരു പാറ തൻ്റെ ശക്തി ഉപയോഗിച്ച് മിലാരെപ്പെ പതിച്ചു. അങ്ങനെ തന്നെയും കുടുംബത്തെയും ദ്രോഹിച്ചവർക്ക് നേരെ ആക്രമണം ഉണ്ടാക്കുകയും അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തു. കോപം തണുത്തപ്പോൾ താൻ ചെയ്ത കുറ്റത്തിൽ സങ്കടപ്പെടുകയും ചെയ്തു. നിരപരാധികളെ കൊന്ന വിഷമത്തിൽ മിലാരെപ്പെ യഥാർത്ഥ ഗുരുവിന്റെ അന്വേഷണം ആരംഭിച്ചു. അങ്ങനെയാണ് മിലാരെപ്പെ ബുദ്ധിസ്റ്റ് മതത്തിന്റെ താന്ത്രിക വിദ്യയിലും അഗ്രഗണ്യനായ മാർപ്പയുടെ അടുത്തെത്തുന്നത്. തൻ്റെ അടുത്തെത്തിയ മിലാരെപ്പയെ ഗുരു പലതരത്തിലും വർഷങ്ങളോളം പരീക്ഷിക്കുകയായിരുന്നു. സത്യത്തിൽ അവയെല്ലാം മിലാരെപ്പയെ ശുദ്ധീകരിക്കുക എന്ന ലക്ഷ്യമായിരുന്നു. മന്ത്രവാദത്തിലൂടെ ചെയ്ത പാപങ്ങൾക്കുള്ള പരിഹാരമായിരുന്നു അവയെല്ലാം. അങ്ങനെ മിലാരെപ്പെ ഉത്തമ ശിഷ്യനായി മാറി. തുടർന്ന് ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം മിലാരെപ്പെ ഏകാന്ത ധ്യാനത്തിന് ചിലവഴിച്ചു. വളരെ കുറച്ച് ഭക്ഷണം കഴിച്ച് ഗുഹകളിൽ താമസിച്ചു. വെല്ലുവിളികൾ നേരിട്ടിട്ടും ലക്ഷ്യം മാറാതെ അതിനായി പരിശ്രമിച്ചു. അവസാനമായി ഗുരു ആവശ്യപ്പെട്ടത് കൈലാസത്തിൽ പോയി ധ്യാനിക്കാനായിരുന്നു. അങ്ങനെ മിലാപ്പെ കൈലാസത്തിലേക്ക് പോയി. ഗുരുവായ മാർപ്പയ്ക്ക് വേണ്ടി 9 നിലകളുള്ള ഗോപുരം ഏകനായി പണിത മിലാപ്പെ അതിലും ശ്രമകരമായ ദൗത്യം പൂർത്തീകരിക്കാൻ തുടങ്ങി. കൊടും തണുപ്പും മഞ്ഞുവീഴ്ചയും കുത്തനെയുള്ള വഴിയും മിലാപ്പയെ ഭയപ്പെടുത്തിയില്ല. അങ്ങനെ ആ ലക്ഷ്യവും അദ്ദേഹം നേടിയെടുത്തു. കൈലാസത്തിന് മുകളിൽ നാളുകളോളം ധ്യാനത്തിൽ മുഴുകിയ മിലാപ്പയ്ക്ക് താന്ത്രിക വിദ്യകളിൽ ദേവതയായ ഡാഗിനിയുടെ ദർശനം ഉണ്ടായെന്നും പറയപ്പെടുന്നു.
ഗുരുവായ മാർപ്പയ്ക്ക് പോലും അറിയാത്ത പല കാര്യങ്ങളും മിലാപ്പയ്ക്ക് അതോടെ സ്വന്തമായി. തിരിച്ച് സ്വന്തം ഗ്രാമത്തിലേക്ക് പോയ മിലാപ്പയ്ക്ക് അമ്മയെയോ പെങ്ങളെയോ കാണാൻ സാധിച്ചില്ല. ഒഴിഞ്ഞ വീടിനുള്ളിൽ അമ്മയുടെ അസ്ഥികൂടങ്ങൾ മാത്രമാണ് ലഭിച്ചത്. എന്നാൽ മറ്റുള്ളവർ മിലാപ്പയെ ഉപദ്രവിക്കുകയും ആട്ടി അകറ്റാനും തുടങ്ങി. തൻ്റെ ശിക്ഷയായി അവയെല്ലാം മിലാപ്പ മറുത്തൊന്നും മിണ്ടാതെ എല്ലാം സ്വീകരിച്ചു. മാസങ്ങളോളം എല്ലാ ത്യാഗങ്ങളും സഹിച്ച് മിലാപ്പെ ധ്യാനം ചെയ്യുകയായിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം മിലാപ്പയുടെ അനുജത്തി ഭിക്ഷക്കാരിയായി അലഞ്ഞുതിരിഞ്ഞ് നടക്കുകയായിരുന്നു. അവർ മിലാപ്പയെ കാണുകയും സംസാരിക്കുകയും ചെയ്തു. എന്നാലും മിലാപ്പയിൽ അത് വലിയ മാറ്റമുണ്ടാക്കിയില്ല. ധ്യാനം കൂടുതൽ കഠിനമായി. പിന്നീട് സ്വന്തമായി ഒരു ആശ്രമം ആരംഭിക്കുകയും ശിഷ്യന്മാർക്ക് അറിവ് പകർന്നു നൽകുകയും ചെയ്തു. തൻ്റെ 84-ാം വയസ്സിലാണ് മിലാപ്പെ മരിച്ചത്. കാടിനുള്ളിലെ ഗുഹയിൽ ആഴമായ ധ്യാനത്തിലിരിക്കെ അദ്ദേഹത്തിൻ്റെ ശരീരം അസാധാരണമായി പ്രകാശിക്കുന്നതായി ശിഷ്യന്മാർ കാണുകയും തുടർന്ന് അദ്ദേഹം പരിപൂർണതയിലേക്ക് ലയിക്കുകയും ചെയ്യുകയായിരുന്നു. മിലാപ്പെ ധ്യാനത്തിലൂടെ ദിവ്യ സാക്ഷാത്കാരം നേടാനും കോപം നിയന്ത്രിക്കാനും ശിഷ്യന്മാരെ പ്രാപ്തരാക്കുകയും ചെയ്തിട്ടുണ്ട്.